നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 18 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. ചെറിയ മാനസിക വിഷമങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. വാത ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർ ഭക്ഷണത്തിൽ പഥ്യം പാലിക്കുക. സംസാരത്തിലും വിവാഹകാര്യങ്ങളിലും അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അമിതമായ സംസാരം വലിയ ദോഷങ്ങൾക്ക് വഴിവെക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾ അലട്ടും. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണം ജപ്തി നോട്ടീസുകൾ പോലെയുള്ള നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. വാഹന അപകടങ്ങൾ, അസ്ഥികൾക്ക് ഒടിവ്, ചതവ് എന്നിവ വരാതെ സൂക്ഷിക്കണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആഗ്രഹിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരമൊരുങ്ങും. പ്രതിസന്ധികളിൽ ഉത്തമ സുഹൃത്തുക്കളുടെയും ഉന്നത വ്യക്തികളുടെയും സർക്കാരിന്റെയും അനുകൂലമായ സഹായങ്ങൾ പൂർണ്ണമായി ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അസമയങ്ങളിലുള്ള യാത്രകൾ കർശനമായി ഒഴിവാക്കുന്നത് അപ്രതീക്ഷിത അപകടങ്ങൾ തടയുവാൻ സഹായിക്കും. ജോലിയിൽ കൂടുതൽ അലച്ചിൽ അനുഭവപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയും സുതാര്യതയും പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുവാനുള്ള സുവർണാവസരം വന്നുചേരും. കർമ്മമേഖലയിൽ അത്ഭുതം പൂർണ്ണമായ വളർച്ച സ്വന്തമാക്കും. മനസ്സിൽ ദീർഘകാലമായി വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന തികച്ചും സന്തോഷകരമായ ദിനമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. നിയമപരമായ കാര്യങ്ങളിലും കോടതി കേസുകളിലും പരാജയത്തിനും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തിനും ഇന്ന് സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി ചേർച്ചക്കുറവ് അനുഭവപ്പെടാനും ഉദര സംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാനും ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും സമ്മാനങ്ങളും തേടിയെത്തും. സന്താന ഭാഗ്യത്തിനും വലിയ മനസ്സന്തോഷത്തിനും ഈ ദിവസം സാക്ഷ്യം വഹിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും ഉന്നത പദവികളും എളുപ്പത്തിൽ ലഭിക്കുവാനുള്ള ഭാഗ്യം തെളിയും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നനച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യാനുഭവങ്ങൾ തേടിവരാൻ യോഗമുണ്ട്. പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള അംഗീകാരം ലഭിക്കുന്ന തികച്ചും സമാധാനപരമായ ദിവസമാണിത്. സർക്കാരിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആനുകൂല്യങ്ങളും കീർത്തിയും ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം സമൂഹത്തിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. അനാവശ്യ ബന്ധങ്ങൾ കാരണം വലിയ മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുമായി അകൽച്ചയുണ്ടാവാതെ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഉദരവാദ നീർദോഷ രോഗങ്ങൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. കനത്ത യാത്രാക്ലേശം ഉണ്ടാകുവാനും വാഹന അപകടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ രാത്രി യാത്രകളിലും ദീർഘദൂര യാത്രകളിലും അതീവ ജാഗ്രത പുലർത്തുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയവും ശാരീരികമായ സുഖ സൗകര്യങ്ങളും വർദ്ധിക്കുന്ന സന്തോഷകരമായ ദിവസമായിരിക്കും. ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ കുടുംബത്തിൽ ദീർഘകാലത്തേക്ക് സന്തോഷവും സമാധാനവും നിലനിൽക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മികച്ച തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും. പൂർണ്ണമായ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവർദ്ധനവും അനുഭവപ്പെടുന്ന ദിനമാണിത്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കുവാനും ഗുരുജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാനും കഴിയും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.